അപ്പം ഞാനിതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് സമ്മാനം കിട്ടിയ കാര്യങ്ങളൊക്കെ കുറച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ കൊന്തകൾ കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് കൊന്ത പരിചയപ്പെടുത്തി തരാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അപരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേയും കൂടിയാണല്ലോ. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ കുറേ കൊന്തകളുണ്ട്. അതിന് മുന്നും കിട്ടിയതുണ്ട്. കുറേ വർഷങ്ങളോളം ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യം ഈ കുർബാന സ്വീകരണത്തിനാണ് എനിക്ക് ആദ്യം കൊന്ത കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ സ്ഥിരം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കൊന്തകളാണ് എനിക്ക് കിട്ടി. ഇപ്പോൾ അതിൽ കുറച്ച് എൻ്റെ കയ്യിലുള്ള കുറച്ച് കൊന്ത ഇപ്പോൾ ബർത്ത്ഡേ അവിടുന്ന് കുറച്ച് മുന്നേയുള്ള കുറച്ച് കൊന്തകളാണ് പരിചയമുണ്ട്. കുറേ കൊന്തകൾ ഞാൻ കൊടുത്തു. ഇതിൻ്റെയൊക്കെ 2 ഇരട്ടി കൊന്ത ഞാൻ ഓരോ വ്യക്തികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ച് കൊന്ത എനിക്ക് ഇപ്പോൾ തന്നവരാരൊക്കെയാണെന്ന് തന്നെ ഓർമ്മയിലില്ല. സത്യം പറയുക എന്നാലും ഓർമ്മയിലുള്ളതിനനുസരിച്ചുള്ള കൊന്തകൾ ആരൊക്കെയാണ് തന്നതെന്നുള്ളത് ഞാൻ നിൽക്കുന്നു പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ കൊന്തയെക്കുറിച്ച് പരിശുദ്ധ അമ്മയോട് പ്രത്യേകം നമ്മൾ ബർത്ത്ഡേക്ക് ഞാനൊരു സമ്മാനമായിട്ട് എൻ്റെ വക സമ്മാനമായിട്ട് ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് പിടിച്ച് കൊടുക്കാനാണ് പരിശുദ്ധ അമ്മയ്ക്ക്. അപ്പോൾ ഇതുപോലെ അനേകം മക്കൾക്ക് ഇതുപോലെ ജപമാല കിട്ടിയവരുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ജപമാല പോലും കിട്ടാതിരുന്നവരുണ്ടായിരിക്കാം. എൻ്റെ കയ്യിലൊരു ജപമാല കണ്ടപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, അയ്യോ എത്രയോ നല്ല ജപമാലയാണ് നിൻ്റെ കയ്യിലുള്ള, ആ ജപമാല ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ ജപമാലയാണ് ആ ചേച്ചി പറഞ്ഞത്. ഓ നല്ലൊരു ജപമാല. എനിക്കിങ്ങനെ ഈ ജപമാല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ജപമാല കിട്ടുന്നത്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഓരോ മണിയുടെ മുകളിൽ കുരിശുണ്ട്. കുരിശ് ചുറ്റും കുരിശാണ്, ഗോൾഡൻ കളറിൽ കുരിശാണ്. ഇത് ഞാൻ പേര് രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിലെ അച്ഛൻ തന്ന കൊന്തയാണ് എനിക്ക്. എൻ്റെ ബർത്ത്ഡേക്ക് സമ്മാനമായിട്ട് തന്നതാണ്. ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട്, അത് പിന്നെ ഒരിക്കൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരു മാതാവിൻ്റെ ഒരു ചിത്രമായിട്ട് എനിക്ക് ഒരു പടം തന്നിട്ടുണ്ട്, അത് പിന്നെ വേറൊരു വീഡിയോയിൽ പരിചയപ്പെടും. അപ്പോൾ ഈ കൊന്ത അതിമനോഹരമായ കൊന്തയാണ്. ഗോൾഡൻ ജൂബിലി പോലെയാണ് എൻ്റെ 50ാം പിറന്നാൾ ആഘോഷിച്ചത്. അതിനെനിക്ക് സമ്മാനമായിട്ടൊരു കൊന്തയും അതുമാതിരി ഒരു പടം, പിന്നെ ഒരു പാത്രം മിഠായി, ഒരു പാക്കറ്റ് മിഠായി കൂടിയിട്ടാണ് എനിക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് ഫസ്റ്റ് ആദ്യം ബർത്ത്ഡേ ഒരുക്കത്തെ തലേദിവസം എനിക്ക് തന്നത്. അന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി. അച്ഛന്മാരും സിസ്റ്റർമാരൊക്കെ കൂടിയിട്ടാണ് ഈ സമ്മാനം എനിക്ക് തന്നത്. അപ്പോൾ അത് ഭയങ്കര, അപ്പോൾ ആദ്യത്തെ ഒരു കൊന്ത പരിചയപ്പെടുത്തിയതാണ്. ഇത് നല്ല മനോഹരം, ഈ കൊന്തകളിൽ വെച്ച് ഏറ്റവും മനോഹരം എനിക്ക് തോന്നിയ ഒരു കൊന്തയാണ് ഇത്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേക്ക് കിട്ടിയ കൊന്തയാണ് കേട്ടോ. അപ്പോൾ ഈ കൊന്ത പരിചയപ്പെട്ടില്ല എല്ലാവരും. ഇനി അടുത്ത കൊന്ത ഞാൻ പരിചയപ്പെടുത്തി തരാം. അടുത്ത കൊന്ത എന്ന് പറയുന്നത് ഈ കൊന്തയാണ് പിന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കൊന്തയ്ക്ക് കുറേ പ്രത്യേകതയുണ്ട്. ഈ കൊന്ത ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഓരോ രഹസ്യത്തിനും പല കളറാണ്. അത് മഞ്ഞ, പച്ച, നീല, ചുവപ്പ്, വെള്ള, അതിന് പല കളർ. അതുമാതിരി കണ്ടോ, ഇത് നോക്കിയേ പ്രത്യേകത കണ്ടോ, നല്ല പടം. ഇത് കണ്ടോ, ഇത് എൻ്റെ ഒരു ബന്ധുവും എൻ്റെ നല്ല സുഹൃത്തും കൂടിയായ ഒരു ചേട്ടൻ എനിക്ക് തന്നതാണ്. ആൾ പ്രൊഫസറാണ്. പിന്നെ ഒത്തിരി ഭിന്നശേഷിക്കാരും മക്കൾക്കും അനേക മക്കൾക്ക് നന്മകൾ ചെയ്യുന്ന ഒരു സഹോദരനും കൂടിയാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൂനെയിലാണ് ആ ചേട്ടനുള്ളത്. അവിടെ കൊറിയർ വഴിക്കാണ് എനിക്കിത് അയച്ചു തന്നത്. അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു പാക്കറ്റ് അല്ല 2 പാക്കറ്റ് നിറയെ മിഠായും കൂടിയിട്ടാണ് എനിക്ക് അന്ന് ബർത്ത്ഡേക്ക് കൊറിയർ വഴിക്ക് അയച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഈ കൊന്ത അതിമനോഹരമായൊരു കൊന്തയാണ്. ഇതിൽ ഈ പറഞ്ഞ കൊന്തയിലൊക്കെ വ്യത്യസ്തമായൊരു കൊന്തയാണിത് കണ്ടോ, നല്ല ഭംഗിയുള്ളത്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇപ്പോഴാണ് ഇതിൻ്റെ കവർ തന്നെ ഞാൻ പൊട്ടിച്ചത്, ഇപ്പോഴാണ്. എന്നാൽ വെച്ചാൽ ഒരുപാട് കൊന്തകളുള്ള കാരണം ഇത് കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു കൊന്തയും കൂടി, കാണാനും നല്ല കൗതുകമുള്ള കൊന്തയാണ്. പിന്നെ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് പിന്നെ അങ്ങനെ ഉപയോഗിക്കാതിരുന്നാൽ ഇതിൻ്റെ ഈ ചങ്കലടയ്ക്ക് കളറ് മാറും. അപ്പോൾ അങ്ങനെ കുറേ കൊന്തകൾ എനിക്കുണ്ട്. പുതിയ കൊന്തയായിരുന്നു, പക്ഷേ അതൊക്കെ കളർ മാറിയ ഒരു ഭാഗമായി. അപ്പോൾ അത് 2ാമത്തെ കൊന്ത കേട്ടോ. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കൊന്ത ഏതാണെന്നറിയും. ഇതാണ് അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കൊന്ത. ഈ കൊന്തയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ പട്ടത്തച്ഛൻ തന്ന കൊന്തയാണ്. ഈ പട്ടത്തച്ഛൻ തന്ന കൊന്തയ്ക്ക് പ്രത്യേകത എന്ന് പറയുന്നത് അച്ഛൻ്റെ ഫീസ്റ്റ് ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഫീസ്റ്റിന് സഹനപ്പൂക്കൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് നിങ്ങൾക്ക് ഭിന്നശേഷിക്കാർ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി അച്ഛൻ തന്നൊരു കൊന്തയാണ്. അത് നല്ല മനോഹരമായ കളർ കണ്ട, നല്ല റോസ് കളറ്. അപ്പോൾ പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഈ കൊന്ത എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം, പ്രാർത്ഥിക്കണം എന്ന്. പ്രത്യേകിച്ച് ആർക്കും ഇത് കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചാൽ അച്ഛന് മനസ്സിലായി ഓരോരുത്തർക്ക് കൊന്ത കിട്ടുന്നത്
പരിചയപ്പെടുത്തിയിട്ട് കൊടുക്കണമെന്നുണ്ടെന്ന് മനസ്സിലായ കാരണമായിരിക്കാൻ വേണമെങ്കിൽ അച്ഛൻ പ്രത്യേകിച്ച് പറഞ്ഞു ഈ കൊന്ത ആർക്കും കൊടുക്കരുതെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് ചെല്ലാനായിട്ട് അച്ഛൻ പറഞ്ഞതിൻ്റെ അവിടുന്ന് ചെല്ലാൻ എടുക്കുന്ന ഒരു കൊന്തയാണ്. അത് എപ്പോഴും പകലേക്ക് എടുക്കുന്ന പായേലി ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഞാൻ കിടക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ തോന്നണമെന്ന് വെച്ചാൽ അപ്പോൾ ഇരുന്ന് കൊന്ത ചെല്ലാനായിട്ടുള്ള ഒരു കൊന്തയാണ് കേട്ടോ അത്. ഇത് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പട്ടത്തച്ഛൻ തന്നതാണ് കേട്ടോ. നല്ല കൊന്തയല്ല, മനോഹരമായ കൊന്തയല്ല. ഞാൻ അടുത്തൊരു കൊന്ത ഞാൻ പരിചയപ്പെടുത്തി തരാം. അടുത്ത കൊന്ത എന്ന് പറയുന്നത് ഈ കൊന്തയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ കൊന്ത എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കളറല്ലേ, വൈലറ്റ് കളർ. ശരിക്കും ഈ കൊന്ത ഉപയോഗിച്ചിട്ടില്ല ഞാൻ. പക്ഷേ ഈ കൊന്ത മാതാവിൻ്റെ ഫോട്ടോ തന്നെ മുകളിൽ ഇങ്ങനെ മാലയൊക്കെ ഇട്ടിട്ടു. പക്ഷേ ഇതിൻ്റെ ചങ്കലയ്ക്കൊക്കെ കളറ് മാറി, കണ്ട പഴയ കളറ് വാങ്ങി ചങ്കല. അങ്ങനെ മാതാവിനെ ഇട്ട് കൊടുത്ത കാരണമായിരിക്കാം, പൊടി പിടിച്ചതാണോ എന്താണെന്ന് അറിയില്ല, കളർ മങ്ങി കോർത്തയ്ക്ക്. ഇത് ഒരു എൻ്റെ നല്ല ഫ്രണ്ടായിരിക്കുന്ന ഒരു സിസ്റ്റർ തന്നതാണ്. സിസ്റ്ററിൻ്റെ പേര് ഉദയ എന്നാണ്. സിസ്റ്റർ റൂമിൽ നിന്ന് മാപ്പാപ്പട അവിടെ നിന്ന് കൊണ്ടുവന്ന കൊന്തയാണെന്നാണ് പറഞ്ഞത്. നല്ല അതിമനോഹരമായി വലിയ കൊന്ത. അപ്പം നല്ല കൊന്തയല്ലേ ഇത്. അപ്പോൾ ഇപ്പോൾ എത്രാമത്തെ കൊന്ത പരിചയപ്പെടുത്തി? 4ാമത്തെ കൊന്ത പരിചയപ്പെടുത്തിയിട്ടാണ്. ഇനി അടുത്ത കൊന്ത പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കൊന്ത. ഈ കൊന്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കൊന്തയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ കൊന്തയെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. ഈ കൊന്ത ഇത് ലീലാമ്മ മേരി എന്ന് പറഞ്ഞ 2 ചേച്ചിമാരുണ്ട്. അവരെ ഞാൻ കുറേ കാലങ്ങൾ മുമ്പ് പരിചയപ്പെട്ട 2 ചേച്ചിമാരാണ്. നല്ല ഫ്രണ്ടായിരുന്ന ചേച്ചിമാരാണ്. അവരെ ഒരു ധ്യാനം ഭിന്നശേഷിക്കാർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെയുള്ളവർക്കെല്ലാം കൊന്ത കൊടുത്തു. പക്ഷേ എന്നോട് ഞാനും കൂടിയിട്ടാണ് ആ ധ്യാനം ഒരുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല. അന്ന് പോകാനൊക്കെ ഒരുങ്ങിയതിനന്ന് എന്തോ ഒരു വണ്ടി വിചാരിച്ച പോലത്തെ യാത്ര ചെയ്യാൻ കോതമംഗലത്തേക്ക് എത്തണം. ഒരു 3 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പോൾ അത് കാരണം എനിക്ക് അവിടേക്ക് എത്തിച്ചേരാൻ എനിക്ക് അങ്ങനത്തെ ഒരു വണ്ടി കിട്ടിയില്ല. അത്രയും സമയം പോകാനായിട്ടുള്ളൊരു വണ്ടി, എനിക്ക് കയറാനും ഇറങ്ങാനൊക്കെ പറ്റുന്ന ഒരു വണ്ടി കിട്ടിയില്ല. അത് കാരണം എനിക്കന്ന് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ആ ചേച്ചിമാർ എനിക്ക് തൃശ്ശൂർ സോളമനറ്റ് ഗോൾഡൻ അല്ല എൽസിലോട് ധ്യാനം തൃശ്ശൂർ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് തന്നതാണ് ആ ചേച്ചിമാർ. ഈ മാതാവിന് അതുമാതിരി തന്നെ ഈ കൊന്ത. ഇത് ഏകദേശം ഒരു 2018 കിട്ടിയതാണ് ഈ കൊന്ത ഈ മാതാവിന്. പക്ഷേ ഈ മാതാവിന് ഞാൻ ഇതുവരെ ഇതിൻ്റെ കവർ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഇതിൻ്റെ കവർ പൊളിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കവർ ഉണ്ടാകുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗി കുറവുണ്ടാവില്ല. അത് നല്ലൊരു മാതാവല്ല കേട്ടോ, നല്ല ഐശ്വര്യം നിറഞ്ഞ മാതാവാണ്. ഇതെന്നും എൻ്റെ കയ്യിലുണ്ട്. ആ ചേച്ചിമാരെ ഓർക്കാനും. ഇതാണ് മാസിത അമ്മയുടെ ഒരു രൂപം. ഇനി എനിക്ക് പറയാനുള്ളത് അടുത്ത കൊന്ത ഏതാണെന്നറിയും. ഈ കൊന്തയ്ക്ക് പ്രത്യേകതയുണ്ട്. ഈ കൊന്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കി, ഇത് ശരിക്ക് അലുമിനിയത്തിൻ്റെ കളറാണ്. അലുമിനിയം സ്വർണ്ണ കളറും ഗോൾഡൻ വെള്ളി കളറും, അലുമിനിയം അല്ല സോറി, വെള്ളി കളറും സ്വർണ്ണ കളറും നല്ല ഭംഗിയുള്ള കൊന്തയാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയ കൊന്ത. ഇപ്പോൾ ഈ അടുത്താണ് കിട്ടിയത്. ഒരു മാസമായിട്ടുള്ള ഈ കൊന്ത കയ്യിൽ കിട്ടിയിട്ട്. ഈ കൊന്ത ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കൊന്ത ചില സമയങ്ങളൊക്കെ ചെല്ലാനായിട്ട് എടുക്കുന്നുണ്ട് ഈ കൊന്ത. അപ്പോൾ ഞാൻ മറ്റേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ഓരോ കൊന്തയുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ വെക്കുന്ന കൊന്തയാണ്. ഇത് നല്ല മനോഹരമായ ഒരു കൊന്തയാണ്. ഇതിൻ്റെ ആങ്ങളുടെ മകൾ തന്നതാണ്, സിസ്റ്റർ സിമി തന്നിട്ടുള്ള ഒരു കൊന്തയാണിത്. നല്ല മനോഹരമായ ഒരു കൊന്തയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തത് ഞാൻ പരിചയപ്പെടുത്തി തരാം. അടുത്തത് പരിചയപ്പെടുത്താനുള്ളത് ഈ ജപമാലയാണ്. ഈ ജപമാല കുറിച്ച് പറയുകയാണെങ്കിൽ തനി വെള്ളമണി എന്താ നല്ല ഭംഗിയുള്ള കൊന്തയാണിത്. നല്ല ഐശ്വര്യം നിറഞ്ഞൊരു കൊന്തയാണ്. അപ്പോൾ ഈ കൊന്തയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു എൻ്റെ പള്ളിയിലെ സെബി എന്ന് പറഞ്ഞ സെബിയല്ല സെബിയച്ഛനല്ല ബെന്യച്ഛൻ, എൻ്റെ ഇടവകയിൽ ഇപ്പോൾ ഉള്ള വികാരിയച്ഛൻ ജോമച്ഛനാണ്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു അച്ഛനാണ് തന്നതാണ് എനിക്ക്. എൻ്റെ കുടുംബ യൂണിറ്റിൽ വെച്ച് എനിക്കൊരു സമ്മാനമായിട്ട് തന്നതാണ് അച്ഛൻ. ഞാൻ അച്ഛനെ ഓർക്കുന്നു. ഈ കൊന്ത ജപമാല നല്ല മനോഹരമായ ജപമാലയാണ്. ഈ അടുത്ത ജപമാല പരിചയപ്പെടുത്തി തരാം. അടുത്ത ജപമാല എന്ന് പറയുന്നത് ഈ ജപമാലയാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഈ ജപമാല. നല്ല ഭംഗിയുള്ള ഒരു ജപമാലയാണ്.
നീലമണി. ഇതൊക്കെ പുതിയ കൊന്തയാണ് കേട്ടോ, അതൊന്നും ഉപയോഗിച്ചിട്ടില്ല, പുതിയ കൊന്തയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിൽ ഞാൻ പേര് രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറേ കൊന്തകൾ അവിടെ വെച്ച് ഞാൻ ചിലവ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കുറേ കൊന്ത കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാലും അവർ ഓർമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓർമ്മ പോവുമല്ലോ എന്നുള്ള ഇതിൽ കുറച്ച് കൊന്തയൊക്കെ ഞാനോട് ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് കൊന്തകളൊക്കെ ഞാൻ കൊടുക്കും. കുറച്ച് കൊന്ത എന്നോട് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, നല്ല കൊന്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ചോദിച്ചവർക്ക് കൊടുക്കണം കൊന്ത. അപ്പോൾ ഇത് നല്ല മനോഹരമായ ഒരു കൊന്തയാണ് കേട്ടോ, അതിൻ്റെ സുഹൃത്ത് തന്നത്. ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാർ തന്ന കൊന്തകളാണ് കേട്ടോ, ഇതല്ല. പക്ഷേ ഏത് കൂട്ടുകാരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാനായിട്ട്, ഇതെൻ്റെ നല്ല ഫ്രണ്ട് തന്ന ഒരു കൊന്തയാണ്. രണ്ട് കൊന്ത ഇത് ബർത്ത്ഡേക്ക് തന്നതാണ് കേട്ടോ. ഇപ്പോൾ കാണിച്ചത് ബർത്ത്ഡേക്ക് തന്ന കൊന്തകളാണ്. ഇതും ഒരു ബർത്ത്ഡേക്ക് എൻ്റെ നല്ല ഫ്രണ്ടായ ഒരു ചേച്ചി തന്ന കൊന്തയാണ്. അതുമാതിരി ഇത് ഒരു ഫ്രണ്ട് ചേച്ചി തന്ന കൊന്തയാണ്. പിന്നെ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്, പിന്നെ ഇതിലെ കുറേ കൊന്തകൾ ഇവിടെ. ഈ കൊന്ത ഞാൻ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു കൊന്തയാണ്. ഇതൊരു സിസ്റ്റർ തന്നതാണ്. സിസ്റ്ററിൻ്റെ പേര് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വെച്ചിട്ട് എന്നെ പോലെ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സിസ്റ്ററാണ്. അന്ന് ധ്യാനത്തിന് വന്നതാണ്. ആ സിസ്റ്ററിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. ആ സിസ്റ്റർ തന്ന കൊന്തയാണ്. അപ്പോൾ ഇത് ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ ഇടുന്നൊരു കൊന്തയാണ് കേട്ടത്. ഗോൾഡൻ കൊന്തയാണ്, നല്ല ഭംഗിയുള്ള കൊന്തയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഈ കൊന്ത ഇതും ഞാൻ പരിചയപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നണത്. ഈ കൊന്ത ഇതൊക്കെ ചേച്ചിമാർ, ഓരോരോ ചേച്ചിമാർ തന്ന എൻ്റെ കൂട്ടുകാർ കുറേ. ഇതിൽ ഒരുവിധമുള്ള കൊന്തകളെല്ലാം എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ കൊന്തകളാണ്. ഇത് നമുക്ക് എൻ്റെ ഇടവകയിലെ ഒരു അച്ഛൻ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വന്നപ്പോൾ തന്നതാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത, ഇതിൽ കുറേ സാധാ കൊന്തയല്ല, ഇതിന് വ്യത്യാസമുണ്ട്. ഈ കൊന്തയ്ക്ക് ഇത് 8 മണിയാണ് ഓരോ ഇതിലും ഉള്ളത്. ഓരോ രഹസ്യത്തിൽ 8 മണിയാണ്. രക്തക്കണ്ണീരെന്ന് അങ്ങനെ എന്തോ പറഞ്ഞുള്ള ഒരു ജപമാലയാണ്. അന്നൊക്കെ ചെല്ലിയായിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല ചെല്ലാനായിട്ട്. അങ്ങനെ ഒരു കൊന്തയാണ് ഇത് കേട്ടോ. പിന്നെ കുറച്ച് കൊന്തകളുള്ളത് പഴയ കൊന്തകളാണ്. പിന്നെ കുറച്ച് ഉള്ളത് അത് നിങ്ങൾക്ക് ഞാൻ ഒന്ന് അടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഒരു കൊന്തകളാണ് കേട്ടോ. ഈ ഇരിക്കുന്ന കൊന്തകളൊക്കെ മുന്നേ പഴയത് ഇരുന്നിരുന്ന കൊന്തകളാണ് ആ കാണുന്നത്. അപ്പോൾ ഇനി ഇതിന് മുകളിൽ മൊത്തം കൊന്ത കാണിച്ചു തരാം. കണ്ടോ, ഇത് നല്ല അതിമനോഹരമായ കൊന്തയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം കേട്ടോ.